പിന്നെ അവൻ ചവിട്ടാനും തൊഴിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോഴാണോ നീ ഇത് പറയുന്നത്? കാലേമാരി നിർത്തടിക്കുന്ന നാളി എന്റെ പെണ്ണുമ്പിള്ള ചവിട്ടാൻ തുടങ്ങിയ നീ ശിഷ്യനല്ലടാ, നീ നാളിയാ വൃത്തി. അവനല്ല, പിന്നെ ഈ വയറ്റിൽ കിടക്കുന്നു. ചക്കരവാവേ, തള്ളയുടെ വയറ്റിൽ കിടന്ന് വൃത്തിക്കാട് കാണിച്ചാ മോനാ നോക്കത്തില്ല, നിന്റെ പാമ്പുകൂടിയാ ഞങ്ങൾ ഞാൻ എടുക്കും. ഓ ലാത്തിരി, ഒരു പൂത്തിരി, ലാത്തിരി, പൂത്തിരി, ലാത്തി, പൂത്തി. രണ്ടിന്റെ മുതുക്ക കൂത്താട്ടം എന്നെങ്കിലും കതിനാക്കുറ്റി കയറ്റി ഞാൻ കത്തിച്ച് മേപ്പോട്ട് വിടുന്നുണ്ട് രണ്ടെണ്ണത്തിനെയും കൂടെ. എന്തോ തട്ടി നോക്കിയത്? ആങ്കൊച്ചാന്ന് നോക്കുക. അതിന് പാണ്ടിലോറിന്റെ ടയറല്ല, എന്റെ വയറാ. ചക്കരവാവേ, അച്ഛന്റെ ചുണ്ടരി വാവേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു കുഞ്ഞു മതി, ഇതോടെ പ്രസവം അങ്ങ് നിർത്തണം. പോരാ, പിന്നെ ഈ കമ്പക്കാരന് 10-25 പിള്ളേർ ഓടി നടക്കണം. അപ്പൊ ആശാൻ ഇതിലല്ല, അതിലാണ് കമ്പം. പിന്നെ നമുക്ക് ജനിക്കുന്ന ആങ്കൊച്ചാണെങ്കിൽ എന്തോ പേരിടും? എന്റെ കയ്യിൽ കുറെ പേരൊക്കെ ഉണ്ട്. എന്റെ കുറെ ആപ്പിളൊക്കെ ഉണ്ട്. ആപ്പിളോ? നിങ്ങൾ പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എടി അതല്ലെന്ന്, പിന്നെ എന്റെ കുറെ പേരിടാൻ സെലക്ട് ചെയ്ത് വെച്ചപ്പെടെന്ന് ഞാൻ എനിക്ക് അങ്ങോട്ട് പറഞ്ഞാണ്, ഞാൻ കേക്കട്ടെ. ഞാൻ പറഞ്ഞു. പറ, പേര് പറ. പേര് അവനൊന്നും ചെയ്യല്ലേ, അവനൊന്നും ഞാൻ പറയട്ടെ. ഞാൻ വെറൈറ്റി പേരിട്ട്. അതെ, ന്യൂ ജനറേഷൻ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും കൂടെ ചേർത്ത് ഒരു അടിപൊളി പേരിട്ടാലോ? അവന് കുടുംബക്കാർ തമ്മിൽ വിഷയം ഉണ്ടാവത്തില്ല. ഒരു പ്രശ്നമില്ലല്ലോ. പുഷ്പ ചേച്ചിയുടെ പൂവും ചന്ദ്രൻ ചേട്ടന്റെ ചായയും കൂടെ ചേർത്ത് നമുക്ക് പൂച്ച എന്നും കിട്ടാലോ? പൂച്ച പൂവും ചായയും കൂടെ ചേർക്കുമ്പോഴേ മൈക്കൽ ജാക്സൺ എന്ന് വിളിക്കാൻ പറ്റുമോ? അതറ്റത്തില്ല. പിന്നെ എന്റെ ചെറുക്ക പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേന് അവന്റെ പേര് കേട്ടാ ഏവരും ഒന്ന് പേടിക്കണം. അപ്പൊ പൂച്ചാണ്ടി നിട്ടാലോ? ദൈവമേ, കല്യാണം കഴിച്ചാലും പറഞ്ഞ് ഞാൻ തുടങ്ങിയതാ ഈ ബുദ്ധിമുട്ട്. ഇത് മാറാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. ആരായിട്ട് മാറ്റാലാണ് ഇത് പൂരം പഞ്ഞി എടുത്ത് ചേച്ചിയുടെ ചെവിയിലാണ് അടച്ചു വെച്ചാ പോലെ. പിന്നെ അങ്ങോട്ട് എങ്ങനെ വിരലിടും അവര്? പൂരം പഞ്ഞിയോ? ഇനി വന്നേ, ഞാൻ ഇപ്പൊ തറയിലാ കിടന്നുറങ്ങുന്നു. അത് ഇത് തമ്മിൽ എന്തിനാണ് ബന്ധം? കിടന്നിറങ്ങിയ 2 മെത്തി ചുരുട്ടി ചെവിക്കകത്ത് കയറ്റി വെച്ചേക്കുന്നത്. നിനക്കറിയാവോ? എടാ, ഞാൻ ഇപ്പൊ ഉണ്ടല്ലോ, സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണോ അവളെ ചെവി കൂടാ കാണുന്നത്. ചേച്ചിയുടെ ചെവി എന്തിനാ ബൈനോക്കുലർ? കൂടി ഷേവിങ് നടത്തുന്നതാണ് നിന്നെ ഇന്ന് ഞാൻ. എന്റെ കാല്, എന്റെ കാല്, എന്റെ കാല്. 100 വട്ടം പറഞ്ഞു കേട്ടോ. എണ്ണ മാറിപ്പോടാ. മുറിവെണ്ണയ്ക്ക് എടുത്തത് നരമ്പെണ്ണയാ. എങ്ങനെ മനസ്സിലായി? ഈ ഞരക്കല് മൂളിലും കേട്ടറിഞ്ഞൂടെ? ഒരു കാര്യം ചെയ്ത് ബഹളം വെക്കണ്ട, ഞാൻ ശരിയാക്കാം. ഇങ്ങോട്ട് പിടി. വരുന്നു. ആശാനെ സഹായിച്ചില്ലേ പിന്നെ ഞാൻ ശിക്ഷണം എന്ന് പറഞ്ഞു നടക്കുന്നത്. ആശ ഊരിയെടുക്കാൻ നോക്കി നടന്നില്ല, ഞാൻ ആശാനെ സഹായിക്കാൻ നോക്കി നടന്നില്ല. നമ്മൾ രണ്ടും കൂടെ ശ്രമിച്ചാൽ ചിലപ്പോ ഊരി വന്നാലാ. ഊരി വരാ 0 വാട്ടിന്റെ ബൾബല്ല, അവിടെ കാലായത്. പിന്നല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തോന്ന്? ഭൂമിയിൽ ചവിട്ടുമ്പോ മൂടുണ്ടാവണ സ്ത്രീയെ. മൂടുണ്ടായതല്ല, എന്റെ കാല് പെരുത്തിരിക്കാന്ന്. ആണോ? വയറല്ലേടി പെരുത്തിരിക്കുന്നത്? അതല്ല, മരവിച്ചിരിക്കാന്ന്. എന്നാ പിന്നെ കുറച്ച് മരച്ചീനെ വിട്ട് പുഴുങ്ങടാ. ആണ് മരച്ചീനിരിക്കുന്നത്. എന്റെ കാല് മരവിച്ചിരിക്കാന്ന്. നിങ്ങൾ ചൂടുവെള്ളം കൊണ്ടുവന്നാണ്. ഞാൻ ചൂടുവെള്ളം കൊണ്ട് കേൾക്കുക. എന്തൊരു വേദന. അല്ല പിന്നെ ചെറുക്ക ഇവിടെ മാറി ഞാൻ ഇരിക്കട്ടാ. അയ്യോ അയ്യോ എടാ, ഒന്ന് മുറിക്കാ കൊള്ളായിരുന്നു. ഇത്രയും ദിവസം ലൂസ് ആക്കിയിട്ടേക്കായിരുന്നു. അതല്ലെന്ന്, വെറ്റിലെ മുറിക്കാ കൊള്ളായിരുന്നു. ചെല്ലോ എടുത്തോണ്ട് വാടാ. പ്രകാശ് രാജ് കളിക്കുന്ന എടുത്തോണ്ട് വാടാ. നേരത്തെ പറയണ്ടേ? എന്താ തെറ്റാ? താണ്ടിരിക്കുന്നു. പുകയില താണ്ട അപ്പുറത്തിരിക്കുന്നു. അടയ്ക്ക. നിങ്ങളല്ലേ പറഞ്ഞതല്ലേ അടയ്ക്കാന്ന്? അടയ്ക്കാനല്ലേ പറഞ്ഞത്? പിന്നെ ബാക്കി അടയ്ക്കാനാ പറഞ്ഞത്. എങ്ങനെയാണോ പറഞ്ഞത്? ബഹളം കേട്ടത് ഉച്ച കണ്ടു എത്തി കഴിഞ്ഞാൽ രണ്ടുകൂടെ ഭയങ്കര സന്തോഷം ചുരിയൊക്കെ തന്നെ. ഞാൻ പോയ സമയത്ത് മൈലാഞ്ചി കിട്ടും. മൈലാഞ്ചി പാക്ക് ചോദിച്ചപ്പോ വെറ്റില ചെലമ്പടി അടിച്ചു തന്നതാ. നാളെ തേങ്ങ ചോദിക്കരുത്. വലിയ അടപ്പിനകത്ത് കയറ്റി അടച്ചിട്ട് നിന്നെ പൊങ്കാലേ പറഞ്ഞ മനസ്സിലായല്ലേ?
കേട്ടോ ആശാനെ ഓ. നമുക്കിതൊന്നും കൊണ്ട് ആഘോഷിച്ചാലാ? അവളെ പൊങ്കാല ഇടുന്നതോ? അതല്ലെന്ന് ഈ ഗർഭം ഒന്ന് ആഘോഷിച്ചാലാ? അത് വേണം. നീ വന്നേ. വീട്ടിൽ നിന്ന് കരുന്ന ചിക്കൻ കറി കൊടുക്കണം. നിന്റെ വീട്ടിൽ നിന്ന് വല്ല ബീഫ് ഒലത്തിയത് അങ്ങനെ ഉണ്ടാവും. അതെല്ലാം കൂടെ വേണം. നമുക്ക് കാറ്ററിംഗ് സർവീസ് ഹലോ പറഞ്ഞ മനസ്സിലായി. പിന്നെ അതിന് ശേഷം അല്ല മാറിപ്പോയത്. പായസം വേണം. സോറി സോറി ഇവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാ പോലെ എന്റെ അടുത്ത് കൊണ്ടുവരാം കേസ് കൊടുക്കില്ല. ഇനി വാടാ. ഇവിടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാറ്ററിംഗ് സർവീസുകാരെ വിളിച്ചാൽ മതി. കാറ്ററിംഗ് സർവീസുകാരൊക്കെ പിന്നെ വിളിക്കാം. ഗ്യാസിന്റെ ഗുളിക ഇരിപ്പുണ്ടോ? ഇപ്പൊ എനിക്ക് നിനക്കെന്താണ് ഗ്യാസിന്റെ ഗുളിക? എനിക്കല്ല ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരെണ്ണം കൊടു. ചെവിക്കല്ലാതെ പൊട്ടിക്കും. ഗർഭിണിയായ അവക്കാരാണ് ഗ്യാസിന്റെ ഗുളിക കൊടുക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്ക്. ആശുപത്രിയിൽ നടത്തോണ്ട് സ്കാനിങ് റിപ്പോർട്ട് മാറിപ്പോയി. സ്കാനിങ് റിപ്പോർട്ട് മാറിപ്പോയി. അപ്പൊ ഈ ഗർഭം ഇത് ഗർഭമൊന്നുമല്ല, സാധാ ഗ്യാസ്. ഞാൻ എന്തോ ചെയ്യോടാ? അടുക്കളയിലെ ഗ്യാസ് ഊറ്റിക്ക് പകരം കൊണ്ട് ചാരി പോയി. എന്തിന്? ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായട്ട് കുടിക്കാലോ നിങ്ങൾക്ക്. ഗ്യാസാണോ? ഗ്യാസ് ഞാൻ പറഞ്ഞില്ലേ? ഊരണ്ട. ഈ വയസ്സാകാലത്ത് കൊച്ചും വേണ്ട കുളക്കോഴിയും വേണ്ട. പിന്നെ? എനിക്കൊരു ഇച്ചിരി മനസ്സമാധാനം മതിയടാ.